അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റീഡിംഗ് ഓൺ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഇൻ അറബിക്. അറബി ഭാഷയിലെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളെ കുറിച്ചുള്ളൊരു വായനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഖുർആനും ഹദീസുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത് ആയാത്തും മിനൽ ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. സൂറത്തു ഹുജറാത്തിലെ 9 മുതൽ 13 വരെയുള്ള ആയത്തുകളെയാണ് നമ്മളിവിടെ പഠനത്തിനെടുക്കുന്നത്. ഖുർആനിൻ്റെ ആ ഉത്തമമായ സാഹിത്യ ശൈലി എന്താണ് എന്ന് പഠിക്കുവാനും അറബി ഭാഷയിൽ ഖുർആനിൻ്റെ സ്വാധീനം എത്രയാണ് എന്ന് മനസ്സിലാക്കാനും ഈ ആയത്തുകൾ നമ്മൾ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രീ റിക്വസൈറ്റ്സ്. അൽ ഖുർആനു കിതാബുല്ലാഹിൽ അസീസ് അല്ലദി അഅജസൽ ഫുസഹ വൽ ബുലഗ. വലിയ സാഹിത്യകാരന്മാരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ കിതാബാണ് ഖുർആൻ. വഖദ് അൻസലഹുല്ലാഹു അലാ റസൂലിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അത് ഇറക്കിക്കൊടുത്തു. ഹുദൻ, സന്മാർഗദർശനമായിട്ട്, വബുഷ്റൻ, സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും, വമൗഇലതൻ, ഉപദേശമായിട്ടും, വദിക്റൻ, ഓർമ്മപ്പെടുത്തലായിട്ടും, വദഅവതൻ ഇലാ ഖൈറൈ ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും 2 ഖൈറുകളിലേക്കുമുള്ള ഒരു ക്ഷണവുമായിട്ടാണ് അള്ളാഹു ഇതിനെ ഇറക്കിയിട്ടുള്ളത്. ഫയതളമ്മനു ഉസൂല ദീനില്ലാഹി അൽ ഹനീഫ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അല്ലദീ ജാഅ ലിയർസുമന്നാസ നിലാമ ഹയാത്തിഹിം, ജനങ്ങൾക്ക് അവരുടെ ജീവിത ശൈലിയെ വരച്ചു കാണിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. വലിയുഖീമൽ അലാഖാത്തി ബൈനഹും, അവർക്കിടയിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും, അലാ അസാസി മിനൽ ഹഖി വൽ അദ്ലി വൽ ഇഖാഇ, സത്യത്തിൻ്റെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നു. വഖദ് ദഅ ഇലാ കസീരിൻ മിനൽ ഫളാഇലി, ഒരുപാട് നന്മകളിലേക്ക് അത് ക്ഷണിച്ചിട്ടുണ്ട്. വറസമ ഖുതൂത്തൽ മുജ്തമഇ സ്വാലിഹ്, ഒരു നല്ല സമൂഹത്തിന് വേണ്ട രേഖകളും വരച്ചു തന്നിട്ടുണ്ട്. അൽ ഖുർആനു അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ ക്രമീകരിക്കപ്പെട്ട ആദ്യത്തെ കിതാബാണ് ഖുർആൻ. വഹുവ മംബഉൽ മആനി വൽ അസാലീബി വൽ മആരിഫില്ലത്തി ഷാഅത്ത് ഫിൽ അദബിൽ അറബി, അറബി ഭാഷയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് ആശയങ്ങളുടെയും ശൈലികളുടെയും അറിവുകളുടെയും ഉറവിടമാണ് പരിശുദ്ധ ഖുർആൻ. വ ഉസ്ലൂബുൽ ഖുർആനി ഉസ്ലൂബുൻ ബദീഉൻ, ഖുർആനിൻ്റെ ശൈലി ഒരു മുൻമാതൃകയില്ലാത്ത ശൈലിയാണ്. ലാ അഹദലിൽ ആദാനി വലാലിൽ അദ്ഹാനി ബിമിസ്ലിഹി, മുൻപെങ്ങും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത പുതിയൊരു ശൈലി. ഫലാഹുവ ഷിഅറുൻ വലാഹുവ നസ്റുൻ, അതൊരു ഗദ്യമോ പദ്യമോ അല്ല. ഇന്നമാഹുവ ആയാത്തുൻ മുഫസ്സലത്തുൻ, അത് ഒരു വിശദീകരിക്കപ്പെട്ട ആയത്തുകളാണ്. യസ്കുതു ഇൻദഹ സൗത്തു, അതിനു മുൻപിൽ എല്ലാ ശബ്ദവും നിശബ്ദമായി പോകും. വയസ്കുനു ഇൻദ സമാഇഹ ദിഹ്നു, അത് കേൾക്കുമ്പോൾ മനസ്സിന് ശാന്തത ലഭിക്കും. വയൻസജിമു ബിഹാ റൂഹുൽ ഖാരിഇ വ വിജ്ദാനുഹു, ഓതുന്നയാളുടെ ആത്മാവും മനസ്സും ആസ്വദിക്കുകയും ചെയ്യുന്നു. വഹാദാ മിമ്മ ഹയ്യറൽ അറബു ഫി അംരിഹി വ അഅജസഹും അനിൽ ഇത്തിയാനി ബിമിസ്ലിഹി, ഖുർആൻ വരുന്ന സമയത്ത് അറബികൾ പരിഭ്രമത്തോടുകൂടി, അവരുടെ സാഹിത്യത്തെയൊക്കെ മറികടക്കുന്നത് കൊണ്ടുള്ള പരിഭ്രമത്തോടുകൂടെ കാണുകയും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് കഴിയാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വന്ന ഒരു സാഹിത്യമാണ്. ഇന്നൽ ഖുർആന ഖൈറു ബയാനിൻ വ അജ്മലു ഖൗലിൻ വ അബ്ലഗു കലാം, ഏറ്റവും നല്ല സാഹിത്യവും ഏറ്റവും സുന്ദരമായ വാക്കുകളും സാഹിത്യത്തിൻ്റെ ഉത്തമ രൂപവുമാണ് ഖുർആൻ. വഖദ് സ്വഖല ദൗഖുൽ അദബിയു ലദൽ അറബ്, അറബികളുടെ സാഹിത്യാഭിരുചിയെ ശുദ്ധീകരിക്കുകയായിരുന്നു ഖുർആൻ. വ വഹബലിൽ അറബിയത്തി ഖുലൂദഹ വ ആദാബഹ വ ജമാലഹ, അറബി ഭാഷയ്ക്ക് അതിൻ്റെ സ്ഥിരതയും അതിൻ്റെ മര്യാദകളും സൗന്ദര്യവുമൊക്കെ പരിശുദ്ധ ഖുർആൻ നൽകുകയുണ്ടായി. ഡിസ്കഷനിൽ ഖുർആനിനെ പറ്റി ഒരു ആമുഖം പറയുന്നുണ്ട്. അൽ ഖുർആനു കലാമുല്ലാഹ്,
അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. വ മുഅ്ജിസത്തുൻ കുബ്റാലിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള വലിയ മുഅ്ജിസത്തുമാണ് ഖുർആൻ. വൽ കിതാബു സമാവിയുൽ അഖീറു ബഅദ സബൂരി വ തൗറാത്തി വൽ ഇൻജീൽ, സബൂർ, തൗറാത്ത്, ഇൻജീലിന് ശേഷം അവസാനമായി ആകാശത്തു നിന്ന് ഇറക്കപ്പെട്ട കിതാബുമാണ് ഖുർആൻ. അൻസലഹുല്ലാഹു ബി വാസിത്തത്തി റൂഹിൽ ഖുദ്സിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി. ഖിലാല സലാസിം വ ഇശ്രീന സന, 23 വർഷങ്ങൾക്കിടയിലായിട്ട്. സലാസ അശറ സനത ഫി മക്ക ഖബലൽ ഹിജ്റത്തി നബി ഇലൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുൻപ് 13 വർഷവും, വഅശറു സനവാത്തിൻ ബഅദൽ ഹിജ്റത്തി ഫിൽ മദീന, ഹിജ്റ പോയതിന് ശേഷമുള്ള 10 വർഷവും, അങ്ങനെ ആകെ 23 വർഷം. ഫസുവറുല്ലത്തി നസലത്ത് ഖബലൽ ഹിജ്റത്തി തുഅറഫു ബിസുവരിൽ മക്കിയ, ഹിജ്റയ്ക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളെ മക്കിയത്തായ സൂറത്തുകൾ എന്ന് പറയുന്നു. കമാ തുഅറഫു സുവറുല്ലത്തി നസലത്ത് ബഅദൽ ഹിജ്റത്തി ബിസുവരിൽ മദനിയ, ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകളെ മദനിയായ സൂറത്തുകൾ എന്നും പറയുന്നു. അൻസലല്ലാഹുൽ ഖുർആന ബിലിസാനിൻ അറബിയൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. വലി നുസൂലിൽ ഖുർആനി തഅ്സീറുൻ ബാരിസും ഫിൽ ലുഗത്തിൽ അറബിയ്യത്തി, അറബി ഭാഷയ്ക്ക് വലിയ സ്വാധീനമാണ് ഖുർആനിൻ്റെ അവതരണത്തോടെ ലഭിച്ചിട്ടുള്ളത്. മിൻ ഹൈസു അന്നഹു വഹദൽ ലഹജാത്തിൽ മുഖ്തലിഫത്തി അലാ ലഹജത്തി ഖുറൈശ്, ഒരുപാട് വ്യത്യസ്തമായ ശൈലികളായിരുന്നു അറബി ഭാഷ സംസാരിക്കുന്നവർക്കിടയിലുണ്ടായിരുന്നത്. ആ ശൈലികളെയൊക്കെ ഏകോപിപ്പിച്ച് ഖുറൈശി ശൈലിയിലേക്ക് ഏകോപിപ്പിച്ചു എന്നത് ഖുർആൻ ചെയ്ത വലിയൊരു കാര്യമാണ്. വഹബലിൽ ലുഗത്തിൽ അറബിയത്തി അദീദം മിനൽ കലിമാത്തി വൽ അസാലിബിൽ ജദീദ ഗൈറ മഅറൂഫത്തിൽ ലദൽ അറബ്, അറബികൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് പുതിയ പദങ്ങളും പുതിയ ശൈലികളുമൊക്കെ ഖുർആൻ നൽകിയിട്ടുണ്ട്. വ അലാവതൻ അലാ ഹാദ, ഇതിനൊക്കെ മുകളിൽ ഹഫിദൽ ഖുർആനു അൽ ലുഗത്തൽ അറബിയത മിനൽ ഇന്തിസാർ, അറബി ഭാഷ നശിച്ചു പോകുന്നതിൽ നിന്ന് ഖുർആൻ സംരക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ലി അന്നല്ലാഹ തആല വഅദ ഹിഫ്ലൽ ഖുർആനി ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് നാം ആണ് ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ്. ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കും. ഖുർആൻ അറബി ഭാഷയിലാണ്, അതുകൊണ്ട് തന്നെ ആ അറബി ഭാഷയും ആ സംരക്ഷണത്തിൻ്റെ തണലിൽ വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ അറബി ഭാഷയെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഖുർആൻ. അങ്ങനെ ഖുർആനിൻ്റെ അവതരണം അറബി ഭാഷയിൽ വലിയ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിലെ 9 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ആയത്തുകളും അതിൻ്റെ അർത്ഥവുമൊക്കെ പിന്നീട് വരുന്നത് കൊണ്ട് ആദ്യമായി നമുക്ക് തഅരീഫും ബി സൂറത്തുൽ ഹുജറാത്ത് എന്ന ഭാഗം നോക്കാം. സൂറത്തുൽ ഹുജറാത്തി ഹിയ അസൂറത്തു താസിഅത്തു വൽ അർബഊൻ, 49ാമത്തെ സൂറത്താണ്. ബി തർത്തീബിൽ മുസ്ഹഫി ഷരീഫ്, പരിശുദ്ധമായ മുസ്ഹഫിലെ തർത്തീബ് അനുസരിച്ച് 49ാമത്തെ സൂറത്താണ്. വഹിയ സൂറത്തുൻ മദനിയത്തുൻ, അത് ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ്. ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്കാണല്ലോ മദനിയായ സൂറത്തുകൾ എന്ന് പറയുക. വ അദദു ആയാത്തിഹ 18, അതിൻ്റെ ആയത്തുകളുടെ എണ്ണം 18 ആയത്തുകളാണ്. തഖഉ ബിൽ ജുസ്ഇ സാദിസി വൽ ഇശ്രീന, 26ാമത്തെ ജുസ്ഇലാണ് ഈ സൂറത്തുള്ളത്. വ സുമ്മിയത്ത് ബി ഹാദൽ ഇസ്മി ബി സബബി ദിക്രി ലഫ്ലിൽ ഹുജറാത്തി ഫിഹ, സൂറത്തുൽ ഹുജറാത്ത് എന്ന് പേര് വരാൻ കാരണം ഹുജറാത്ത് എന്ന പദം ഈ സൂറത്തിൽ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ്. വജാഅ സബബു നുസൂലിഹ അലൻ നബിയ്യി അലൈഹി സ്വലാത്തു വസ്സലാം ഫി ഖിസ്സത്തി നിദാഇ ബനി തമീം ലിൻ നബിയിൽ കരീം മിൻ വറാഇ ഹുജറാത്തിഹി, തങ്ങളുടെ ഹുജറാത്തുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് നബി തങ്ങളെ ബനൂ തമീം ഗോത്രക്കാർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, ആ കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങാൻ കാരണം. കാനു യുനാദൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വറാഇൽ ഹുജറാത്ത്, അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുജറാത്തിന് പിന്നിൽ നിന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. എന്താണ് ഈ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ?
വൽ ഹുജുറാത്തു ഹിയ ബുയൂത്തു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനായ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ ഭവനങ്ങളാണ്. വലി കുല്ലി വാഹിദത്തി മിൻഹുന്ന ഹുജറത്തുൻ. എല്ലാവർക്കും ഓരോ ഹുജുറകളുണ്ട്. വഖദ് കാന നിദാഉ മിൻ വറാഇൽ ഹുജുറാത്തി യുഅ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഹുജുറാത്തുകൾക്ക് പിന്നിൽ നിന്ന് വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസമായിരുന്നു. ഇത് അന്നഹു തഅദ്ദി അലാ ഹുർമത്തി ബുയൂത്തിഹി. അവരുടെയൊക്കെ വീടുകൾക്ക് ഉണ്ടാകുന്ന പവിത്രതയെ ഹനിക്കുന്നതായിരുന്നു അത്. വഖദ് വറദ ദിക്റു കലിമത്തിൽ ഹുജുറാത്ത് ഫി ബിദായത്തി സൂറത്തി. സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹുജുറാത്ത് എന്ന പദം വന്നിട്ടുണ്ട്. ഹൈസു ഖാല തആല, അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലദീന യുനാദൂന മിൻ വറാഇൽ ഹുജുറാത്തി അക്സർഹും ലാ യഅഖിലൂൻ. ഹുജുറാത്തുകൾക്ക് പിന്നിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ അക്സർഹും ലാ യഅഖിലൂൻ, അവർ കൂടുതൽ ആളുകളും അത് ചിന്തിക്കുന്നില്ല. തുസമ്മ സൂറത്തുൽ ഹുജുറാത്തി ബി സൂറത്തുൽ അഖ്ലാഖി വൽ ആദാബ്. സൂറത്തുൽ അഖ്ലാഖി വൽ ആദാബ് എന്നും പറയാറുണ്ട്. വദാലിക ലി അന്ന ഹാദിഹി സൂറത ഖദ് അർഷദത്തിന്നാസ ഇല ആദാബി മുജ്തമഇയ്യ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സൂറത്ത് ജനങ്ങളെ സാമൂഹികമായ ചില മര്യാദകളിലേക്ക് വഴി കാണിക്കുന്നു. വ മദഹത്തിൽ അഖ്ലാഖൽ കരീമത്ത വൽ അഅമാലൽ ഫാദില. ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെയും നല്ല പ്രവർത്തനങ്ങളെയും പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇസ്തമലത്ത് സൂറത്തുൽ ഹുജറാത്ത് അലൽ കസീരി മിനൽ മൗദൂഅത്തി. ഒരുപാട് വിഷയങ്ങൾ സൂറത്തുൽ ഹുജറാത്ത് ഉൾക്കൊള്ളുന്നു. അൽ മുതഅല്ലിഖത്തി ബിൽ അഖ്ലാഖി വൽ ആദാബ്. സ്വഭാവവും മര്യാദയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. വ ഫീമാ യഅതി ദിക്റുൽ ലി അബ്റസി ഹാദിഹിൽ മൗദൂആത്ത്. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള ഹൈലൈറ്റുകൾ താഴെ പറയുന്നു. ഇർഷാദുൽ മുഅ്മിനീന ഇലാ ലറൂറത്തി തബയ്യുനി വ തഹഖുഖി ഇൻദ സമാഇൽ അഖ്ബാർ. വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അത് ഉറപ്പിക്കണം എന്ന് മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത്തർഗീബ് ബിസ്സുൽഹി വ ഇസ്ലാഹി ദാത്തിൽ ബൈനി ഇൻദൽ ഇഖ്തിതാലി വൻ നിസാ. പരസ്പരം പോരും തർക്കങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ തമ്മിൽ രമ്യതയിലെത്തിക്കാനുള്ള പ്രചോദനവും കൂടി നൽകുന്നുണ്ട്. അന്നഹിയു അൻമാ യുസബ്ബിബു ഷഹ്നാഅ വയുഅദ്ദി ഇലൽ ബഗ്ലാഇ മിനൽ ലംസി വസ്സുഖരിയത്തി വത്തനാബുസി ബിൽ അൽഖാബ്. പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ആക്ഷേപങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും കുറ്റപ്പേരുകൾ വിളിച്ച് പരിഹസിക്കുന്നതുമൊക്കെ ഈ സൂറത്തിൽ തടയുന്നുണ്ട്. അൽ മിന്നത്തു ലില്ലാഹി അസ്സ വജല്ല ഫീ ഹിദായത്തിൽ ഖൽഖി. ജനങ്ങളെ സന്മാർഗത്തിൽ എത്തിക്കാനുള്ള ക്രെഡിറ്റ് അല്ലാഹുവിനാണ്. വലൈസലി അഹദിൻ മിന്നത്തുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുകളിൽ ഒരാളും ക്രെഡിറ്റ് അവകാശപ്പെടാൻ പാടില്ല. ലികൗനിഹി ദഖലൽ ഇസ്ലാമ വസ്വാറ മുസ്ലിമൻ. കാരണം എല്ലാവരും ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് മുസ്ലിമായി തീർന്ന ആളുകളാണ്. അൽ ഹസ്സു അലാ അദബിൽ ഖിതാബി വ ഖുസൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഉണ്ടാകേണ്ട മര്യാദകളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പ്രചോദിപ്പിക്കുന്നുണ്ട്. വ ഖുസൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിമുഖീകരിക്കുമ്പോൾ, അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലിഹി. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടക്കരുത്. വത്തഖുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. യാ അയ്യുഹല്ലദീന ആമനു. വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. നിങ്ങളുടെ ശബ്ദം നബി തങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി. തങ്ങളോട് ഉറക്കെ സംസാരിക്കരുത്. കജഹരി ബഅലികും ലി ബഅലിൻ. നിങ്ങൾ പരസ്പരം ഉറക്കെ സംസാരിക്കുന്നത് പോലെ. അങ്ങനെ സംഭവിച്ചാൽ അൻ തഹ്ബത അഅമാലുക്കും. നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. വ അൻതും ലാ തശ്ഉറൂൻ. നിങ്ങളറിയാത്ത രീതിയിൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. ഇതാണ് സൂറത്തുൽ ഹുജറാത്തിനെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചില ഭാഗങ്ങൾ. ഇനി നമ്മൾ സൂറത്തിലേക്ക് കടക്കുകയാണ്. മഅനൽ ആയത്തിൽ ഊല. ഒന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِن بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى فَقَاتِلُوا الَّتِي تَبْغِي حَتَّى تَفِيءَ إِلَى أَمْرِ اللَّهِ
ഹത്താ തഫീഅ ഇലാ അംരില്ലാഹി ഫഇൻ ഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ടു വിഭാഗം ആളുകൾ പരസ്പരം പോരടിച്ചാൽ ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ സമാധാനമുണ്ടാക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ഇനി ഒരു ടീം മറ്റൊരു ടീമിനെ അതിക്രമിച്ചാൽ ഫഖാതിലുല്ലതി തബഗി, അപ്പോൾ നിങ്ങൾ ആ അതിക്രമിച്ച ടീമിനോട് യുദ്ധം ചെയ്യണം. ഹത്താ തഫീഅ ഇലാ അംരില്ലാഹി, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് എത്തുന്നത് വരെ. ഫഇൻ ഫാഅത്, അങ്ങനെ അവർ അതിലേക്ക് എത്തിച്ചേർന്നാൽ ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ സമാധാനമുണ്ടാക്കുക. ബിൽ അദ്ലി, നീതിയോടുകൂടെ സമാധാനമുണ്ടാക്കുക. വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഷർഹ് ഒന്നുകൂടി വിശദമായി അർത്ഥം പറയുന്നു. ഇദാ തശാജറ ഔ തഖാസമൽ ഫരീഖാനി, രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിലായാൽ അല്ലെങ്കിൽ പോരടിക്കുന്നതിലേക്ക് എത്തിയാൽ, മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ, ഫീ അയ്യി അംരിൻ, ഏത് വിഷയത്തിലാണെങ്കിലും ശരി, ഫഹാവിലൂ ലിൽ ഇസ്ലാഹി ബൈന ഹാദൈനിൽ ഫരീഖൈനി, ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം, സമാധാനമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. വ ഇല്ലം യസ്തഇദ്ദ അയ്യു വാഹിദിൻ മിൻഹുമാ ലിസ്സുൽഹി, ഏതെങ്കിലും ഒരു വിഭാഗം അതിന് ആ ഒരു സമാധാനത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ ഫഖാതിലു ഹാദൽ ഫരീഖ, ആ വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലദി അളലമ അലൽ ആഖറ, മറ്റു വിഭാഗത്തിനെതിരെ അക്രമം കാണിച്ച ആ വിഭാഗത്തിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഹത്താ യർജിഅ ഇലാ ത്വാഅത്തില്ലാഹി വത്തൗബത്തി ഇലൈഹി, അള്ളാഹുവിനെ അനുസരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ അവരെ എതിരിടണം. ഇൻ താബ ഹാദൽ ഫരീഖു, അങ്ങനെ അവർ തൗബ ചെയ്താൽ ഫഹാവിലു ലിൽ ഇസ്ലാഹി ബൈനഹുമാ ബിൽ അദ്ൽ, വീണ്ടും അവർക്ക് രണ്ടുപേർക്കുമിടയിൽ സമാധാനമുണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. വഫ്അലു ബൈനഹുമാ ബിൽ ഖിസ്തി, എന്നിട്ട് അവർക്കിടയിൽ നിങ്ങൾ നീതിപൂർവം പ്രവർത്തിക്കുക. വഹ്മു ബൈനഹുമാ ബിൽ അദ്ൽ, നീതിയോടുകൂടെ വിധി നടപ്പിലാക്കുകയും ചെയ്യുക. ലിഅന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, കാരണം അല്ലാഹു മുഖ്സിതീങ്ങളെ, നീതിനിഷ്ഠരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഹാദിഹിൽ ആയത്തു തുഷീറു ഇല അഹമ്മിയത്തി വഹദത്തിൽ ഉമ്മ, ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത് ഇല അഹമ്മിയത്തി വഹദത്തിൽ ഉമ്മ, സമുദായത്തിന്റെ ഏകോപനത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. തനാസിയനിൽ ഇഖ്തിലാഫാത്തിൽ ഫർഇയ്യ, ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ മറന്നുകൊണ്ട് ഏകോപിക്കണമെന്ന് പറയുന്നുണ്ട്. മുറാജഅത്തുൻ, ഇനി നമ്മൾ ഈ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാണ്. മാദാ നഫ്അലു ഇദ ഖതതല ത്വാഇഫതാനി മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് കൂട്ടർ പരസ്പരം പോരടിച്ചാൽ നമ്മൾ എന്തു ചെയ്യണം? ഇദ ഖതതല ത്വാഇഫതാനി മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ പോരടിച്ചാൽ ഫനുഹാവിലു ലിൽ ഇസ്ലാഹി ബൈന ഹാദീനിൽ ഫരീഖൈൻ, ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബിമാദാ ഉമിർന അൻ നഫ്അല ഇൻ ഫാഅത്തി ത്വാഇഫത്തുൽ ബാഗിയത്തു ഇലാ അംരില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് ഈ അതിക്രമിക്കുന്ന കൂട്ടർ തിരിച്ചെത്തിയാൽ നമ്മളോട് എന്തു ചെയ്യാനാണ് കൽപ്പിച്ചിട്ടുള്ളത്? അപ്പോഴും ഫനുഹാവിലു ലിൽ ഇസ്ലാഹി ബൈനഹുമാ ബിൽ അദ്ലി, നീതിപൂർവം സമാധാനമുണ്ടാക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇലാ മാദാ തുഷീറു ഹാദിഹിൽ ആയ, ഹാദിഹിൽ ആയത്തു തുഷീറു ഇലാ അഹമ്മിയത്തി വഹദത്തിൽ ഉമ്മത്തി തനാസിയനിൽ ഇഖ്തിലാഫാത്തിൽ ഫർഇയ്യ. അടുത്ത ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സമാധാനം സ്ഥാപിക്കുക. വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നൽ മുഅ്മിനീന ഇഖ്വാനുൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ക ഔലാദി അബിൻ വ ഉമ്മിൻ വാഹിദൈൻ, ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളെപ്പോലെ. വലിദാ, അതിനാൽ
ഇഫ്അലൂ ബി വുസ്ഇക്കും, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുക, ലിൽ ഇസ്ലാഹി ബൈനൽ ഇഖ്വ, സഹോദരങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടി, വ അൻ യകൂനു ബൈനഹുമുൽ മവദ്ദത്തു വറഹ്മ, ദയയും കാരുണ്യവും അവർക്കിടയിൽ പരസ്പരമുണ്ടാകുന്നതിന് വേണ്ടിയും, വ ഇദാ ഹസല സുൽഹു ബൈനൽ ഇഖ്വതി, സഹോദരങ്ങൾക്കിടയിൽ സമാധാനമുണ്ടായി കഴിഞ്ഞാൽ, ഫല്ലാഹു യർഹമു ഹഉലാഇൽ ഇഖ്വ, ഈ സഹോദരങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും. വമനില്ലദീന ഹാവലൂലിൽ ഇസ്ലാഹി ബൈനഹും, അവർക്കിടയിൽ സമാധാനമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും. ഇതിലുള്ള മുറാജഅ, കൈഫ യുഷ്ബിഹുല്ലാഹുൽ മുഅ്മിനീന, അള്ളാഹു മുഅ്മിനീങ്ങളെ എങ്ങനെയാണ് സാദൃശ്യപ്പെടുത്തിയത്? മുഅ്മിനീങ്ങളെ അള്ളാഹു യുഷ്ബിഹുല്ലാഹുൽ മുഅ്മിനീന ബിൽ ഇഖ്വതി, സഹോദരങ്ങളോടാണ് സാദൃശ്യപ്പെടുത്തിയത്. മാഹുവ ത്വരീഖ് ലിനൈലി റഹ്മത്തില്ലാഹി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള വഴി എന്താണ്? കമാ ഫഹിംന മിനൽ ആയ, ഈ ആയത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള വഴി എന്താണ്? അത്വരീഖുല്ലദി നഹ്സുലു റഹ്മത്തല്ലാഹി ഹുവ അൽ മുഹാവലത്തു ബിസ്സുൽഹി ബൈനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കിടയിൽ പരസ്പരം സമാധാനമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അതാണ് വഴി. മഅനൽ ആയത്തി സാലിസ, മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു ജനതയും മറ്റൊരു ജനതയെ നിസാരപ്പെടുത്തരുത്, നിസാരവൽക്കരിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അവർ ചിലപ്പോൾ ഇവരെക്കാൾ നല്ലവരായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ നിസാരപ്പെടുത്തരുത്, ഒരു വിഭാഗം സ്ത്രീകളും മറ്റൊരു വിഭാഗം സ്ത്രീകളെ നിസാരപ്പെടുത്തരുത്. അസാ അൻ യകൂന ഖൈറൻ മിൻഹുന്ന, ഈ നിസാരപ്പെടുത്തുന്നവർ നിസാരപ്പെടുത്തപ്പെടുന്നവരെക്കാൾ നല്ലവരായേക്കാം. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. വലാ തനാബസു ബിൽ അൽഖാബി, കുറ്റപ്പേരുകൾ പരസ്പരം വിളിച്ചാക്ഷേപിക്കരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാൻ ഉണ്ടായതിനു ശേഷവും തെമ്മാടിത്തത്തിൻ്റെ പേരുകൾ വളരെ മോശമാണ്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, തൗബ ചെയ്യാത്തവർ അവർ അക്രമികളാകുന്നു. യഖൂലുല്ലാഹു സുബ്ഹാനഹു ലിൽ മുഅ്മിനീന, അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളോട് പറയുന്നു, വയഅ്മുറുഹും, അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു, അല്ലാ യസ്ഖറ അയ്യു വാഹിദിൻ മിനൽ ആഖരി, ഒരാളും മറ്റൊരാളെ നിന്ദിക്കരുത്. ഔ അയ്യു ഖൗമിൻ മിൻ ഖൗമിൻ ആഖറ, ഒരു ജനതയും മറ്റൊരു ജനതയെ നിന്ദിക്കരുത്. ഔ അയ്യു ഫിർഖത്തിൻ മിനൽ ഉഖ്റ, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ നിന്ദിക്കരുത്. ലിഅന്നഹും ഖദ് യകൂനൂന ഖൈറൻ മിനല്ലദി യസ്ഖറുഹു, ഈ ആക്ഷേപിക്കുന്നവരെക്കാൾ മറ്റുള്ളവർ നല്ലവരായേക്കാം. വകദാലിക യൻഹല്ലാഹു നിസാഅ ഖുസൂസൻ മിൻ ബാബി ദിക്രിൽ ഖാസി ബഅദൽ ആം, ഇവിടെ പൊതുവായിട്ട് ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ നിന്ദിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു സ്ത്രീകളെ പ്രത്യേകം എടുത്തു പറയുന്നു. മിൻ ബാബി ദിക്രിൽ ഖാസി ബഅദൽ ആം, പൊതുവായ വിഭാഗത്തെ എടുത്തു പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പ്രത്യേകമായി അതിൽപ്പെട്ട തന്നെ പ്രത്യേക വിഭാഗത്തെ പറയുന്ന ഒരു ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മിൻ അൻ തസ്ഖറ അയ്യതു വാഹിദത്തിൻ മിനൽ ഉഖ്റ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ നിന്ദിക്കരുത്. ലി അന്നഹാ ഖദ് തകൂനു ഖൈറൻ മിനല്ലതി തസ്ഖറു മിൻഹാ, ഈ നിന്ദിക്കുന്നവളേക്കാൾ നല്ലവളായേക്കാം നിന്ദിക്കപ്പെടുന്നവർ. വബഅദ ദാലിക, ഇതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല യൻഹില്ലാഹു അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ നിരോധിക്കുന്നു. മിൻ ഇഹ്തിഖാരി അയ്യി നഫ്സിൻ, ഒരാളെയും അവഗണിക്കരുത് എന്ന്.
വമിൻ മുഖാതബത്തിൽ ആഖരീന ബിൽ അൽഖാബില്ലത്തി ലാ യുഹിബ്ബൂന യുഖാതിബു ബിഹാ, ഇഷ്ടപ്പെടാത്ത കുറ്റപ്പേരുകൾ ഉപയോഗിക്കരുത് എന്നും പറയുന്നു. വഹാദിഹിൽ അഅമാലു കുല്ലുഹാ ഖത്തു അദ്ദി ഇലൽ ഫുസൂഖി, ഈ പ്രവർത്തനങ്ങളൊക്കെ ഫുസൂഖിലേക്ക്, തെമ്മാടിത്തത്തിലേക്ക് ചെന്നെത്തിക്കുന്നതാണ് എന്നും പറയുന്നു. വൽ ഫിസ്ഖു അസ്വഉൽ ഇസ്മി ബഅദൽ ഇസ്മിൽ മുഅ്മിൻ, മുഅ്മിൻ എന്ന പേരിന് ശേഷം ഫിസ്ക്, ഫാസിഖ് എന്ന പേര്, തെമ്മാടി എന്ന പേര് നമുക്ക് ലഭിക്കുന്നത് അത് ഏറ്റവും മോശമായ പേരാണ്. ഫതൂബു ഇലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. തൗബത്തൻ നസൂഹ, ഗുണകാംക്ഷയുള്ള തൗബ ചെയ്യുക. ഇൻ വഖഅ മിൻകും അയ്യ വാഹിദിൻ മിനൽ അഅമാലിൽ ഖദിറത്തിൽ മദ്കൂറത്തി അലാഹു, മുകളിൽ പറഞ്ഞ ഏതെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വമൻ ലം യത്തുബ്, അങ്ങനെ ആരും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഇലല്ലാഹി, അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ, ഫഹും യകൂനൂന മിനൽ, അവർ അക്രമികളിൽപ്പെട്ടവരാകുന്നതാണ്. യസ്തഹിഖൂനൽ അദാബ്, അവർക്ക് അദാബ് ലഭിക്കുന്നതാണ്. മുറാജഅ, ലിമാദാ നഹല്ലാഹു മിൻ സുഖ്രിയത്തിൽ ആഖരീന, മറ്റുള്ളവരെ നിന്ദിക്കുന്നതിനെ അള്ളാഹു എന്തുകൊണ്ടാണ് നിരോധിച്ചത്? എന്താണ്? നഹല്ലാഹു മിൻ സുഖ്രിയത്തിൽ ആഖരീന ലിഅന്ന മൻ യസ്ഖറു അൻഹു ഖദ് യകൂനു ഖൈറൻ മിനല്ലദി യസ്ഖറുഹു, നിന്ദിക്കുന്നവരെക്കാൾ നിന്ദിക്കപ്പെടുന്നവൻ ചിലപ്പോൾ നല്ലവനായേക്കാം എന്നതുകൊണ്ട്. മൽ മുറാദ് ബി ലാ തനാബസു ബിൽ അൽഖാബ്, ലാ തനാബസു ബിൽ അൽഖാബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താണ്? എന്താണ് ഉദ്ദേശം? മുഖാതബത്തുൽ ആഖരീന ബിൽ അൽഖാബില്ലത്തി ലാ യുഹിബ്ബൂന അൻ യുഖാതിബു ബിഹാ. മാ ഹുവ അസ്വഉൽ ഇസ്മി ബഅദൽ ഈമാൻ ഇസ്മുൽ ഫുസൂഖ് ഫഉലായിക ഹുമുൽ ളാലിമൂൻ മൻഹും, അവർ അക്രമികളാണ്. ആരാണ്? വമല്ലം യത്തുബ് ഇലല്ലാഹി ഫഹും യകൂനൂന മിനൽ ളാലിമീൻ. അതാണ്. ഇനി നമ്മൾ 4-ാമത്തെ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദൻ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനല്ലൻ, നിങ്ങൾ ഊഹിക്കുന്നതിൽ കൂടുതലും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, കാരണം നിങ്ങളുടെ ധാരണകൾ പലതും തെറ്റാകുന്നു. വലാ തജസ്സസൂ, നിങ്ങൾ രഹസ്യാന്വേഷണം നടത്തരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, പരസ്പരം നിങ്ങൾ പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ്റെ പച്ചയിറച്ചി മരിച്ചതിൻ്റെ ശേഷം തിന്നാൻ ആഗ്രഹിക്കുമോ? ഫകരിഹ്തുമൂഹു, നിങ്ങളത് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ വെറുക്കുന്നു. വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ്. യൻഹല്ലാഹുൽ മുഅ്മിനീന മിനൽ ഖിസാലി സയ്യിഅത്തി അല്ലത്തി തുഅദ്ദി ഇലാ ഹദ്മി ഇർളി വ ശഖ്സിയത്തി ശഖ്സിൻ ആഖറ, മറ്റൊരാളുടെ അഭിമാനവും വ്യക്തിത്വവും നശിപ്പിക്കുന്ന മോശം സ്വഭാവങ്ങളെ അള്ളാഹു നിരോധിക്കുന്നു. ഫയൻഹല്ലാഹു മിനൽ ലന്നി, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ധാരണയെ, തെറ്റുധാരണയെ അല്ലെങ്കിൽ ധാരണ, ഊഹം എന്നൊക്കെ പറയാം, അതിനെ നിരോധിക്കുന്നു. ലി അന്ന മുഅ്ലമല്ലന്നി ഇസ്മുൻ, ധാരണ ഏകദേശം ഒരു 75% മാത്രം ഒരു വിഷയത്തിൽ ഉറപ്പുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ലന്നി എന്ന് പറയുക. 25% അത് ഇല്ല എന്നും 75% ഉണ്ട് എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. യുഅദ്ദി ഇലാ ളുനൂനിൻ സയ്യിഅത്തിൻ അൻ ഫർദിൻ ആഖറ, അങ്ങനെ കൂടുതൽ ധാരണകളും യുഅദ്ദി ഇലാ ളുനൂനിൻ സയ്യിഅത്തിൻ, മോശമായ ധാരണയിലേക്ക് എത്തിക്കും. അൻ ഫർദിൻ ആഖറ, മറ്റൊരാളെക്കുറിച്ച്. വക്കദാലിക യൻഹല്ലാഹു മിനത് തജസ്സുസ്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല രഹസ്യാന്വേഷണത്തെയും നിരോധിക്കുന്നു. അയിൽ അമലിലി മഅരിഫത്തി അസ്റാരിൽ ആഖരീന, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. വയൻഹല്ലാഹു മിൻ ഖൗലിൽ ഗൈബ, ഇനി അല്ലാഹു സുബ്ഹാനഹു തആല പരദൂഷണത്തെയും എതിർക്കുന്നു. അൻ ഷഖ്സിൻ ആഖറ, മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറയുന്നത്. വഹുവ ലാ യുഹിബ്ബു ഹാദൽ ഖൗല അൻഹു സവാഉൻ കാന
ഫി ഹുദൂരിഹി ഔ ഗൈബത്തിഹി വഹുവ ലാ യുഹിബ്ബു ഹാദൽ ഖൗല അൻഹു. ഈ വാക്ക്, ഈ പറയപ്പെടുന്ന പരദൂഷണം പറയപ്പെടുന്ന ആൾ അയാളെക്കുറിച്ച് പറയൽ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു വാക്ക് അയാളെക്കുറിച്ച് പറയുന്നത് അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. സവാ ഉൻ കാന ഫി ഹുദൂരിഹി ഔ ഗൈബത്തിഹി, അതവൻ്റെ സാന്നിധ്യത്തിലാകട്ടെ അസാന്നിധ്യത്തിലാകട്ടെ പറയുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് പറയാൻ പാടില്ല. സുമ്മ യസ്അലുല്ലാഹു തആല ഇശാറത്തൻ ഇലാ ഖദാറത്തിൽ ഗീബത്തി അനിൽ ആഖരീന, മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുന്നത് അത്രത്തോളം മോശമാണ് എന്നറിയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹൽ തുഹിബ്ബു അൻ തഅകുല ലഹ്മൽ അഖി ബഅദ വഫാത്തിഹി, നിങ്ങളുടെ സഹോദരൻ മരിച്ചതിൻ്റെ ശേഷം അവൻ്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ലാ നുഹിബ്ബു അക്ല ലഹ്മിഹി, നാം അത് ഇഷ്ടപ്പെടില്ല, അവൻ്റെ ഇറച്ചി തിന്നാൻ നാം ഇഷ്ടപ്പെടില്ല. വകദാലിക അലൈന അൻ നക്റഹൽ ഗീബത അൻഹു, അവനെ തൊട്ട് ഗീബത്ത് പറയുന്നതും ഇതുപോലെ നമുക്ക് വെറുപ്പ് വേണം. ലി അന്നഹു മിസ്ലു അക്ലി ലഹ്മിഹി, അവൻ്റെ ഇറച്ചി തിന്നുന്നത് പോലെ തന്നെയാണത്. വലിദാ, അതുകൊണ്ട് ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. വ ഇന്നല്ലാഹ തവ്വാബുൽ ലിമൻ താബ, തൗബ ചെയ്യുന്നവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നവനാണ്. അവൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവന് അള്ളാഹു കരുണ ചെയ്യുന്നവനുമാണ്. ഇതിൻ്റെ മുറാജഅത്ത് നമുക്കൊന്ന് നോക്കാം. ലിമാദ അലൈന അൻ നജ്തനിബ കസീറം മിനൽ ലന്നി, എന്തിനാണ് നമ്മൾ കൂടുതൽ ഊഹങ്ങളും ഉപേക്ഷിക്കൽ നിർബന്ധമായത്? എന്താണ് കാരണം? ലി അന്ന മുഅല്ലമൽ ലന്നി ഇസ്മുൻ, അപ്പോൾ അതെങ്ങനെയാണ് ആൻസറായിട്ട് പറയുക? അലൈന അൻ നജ്തനിബ കസീറം മിനൽ ലന്നി ലി അന്ന മുഅല്ലമൽ ലന്നി ഇസ്മുൻ, അങ്ങനെ പറഞ്ഞാൽ മതി. ബിമ ശബ്ബഹല്ലാഹു ഗീബത്തൽ ആഖരീന, മറ്റുള്ളവരെ ഗീബത്ത് പറയുന്നതിനെ അള്ളാഹു എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്? ശബ്ബഹല്ലാഹു ഗീബത്തൽ ആഖരീന ബി അക്ലി ലഹ്മിഹിം, അവരുടെ ഇറച്ചി തിന്നുന്നതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്കുർ ബഅദം മിൻ അസ്മാ ഇല്ലാഹി തആല അല്ലത്തി വറദത് ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ പേരായി വന്നിട്ടുള്ള ചില പേരുകൾ നിങ്ങൾ ഒന്ന് പറയുക. തവ്വാബ് എന്ന പേര് വന്നിട്ടുണ്ട്, പിന്നെ റഹീം എന്ന പേര് വന്നിട്ടുണ്ട്. മാഹിയൽ ഖിസാലു സയ്യിഅത്തുല്ലത്തി തമ്മ നഹിയുഹു ബിഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിരോധനം വന്നിട്ടുള്ള മോശം സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? മോശം പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി മറ്റുള്ളവരെക്കുറിച്ച് ഊഹങ്ങൾ വെച്ച് പുലർത്തി അത് പ്രചരിപ്പിക്കുക. രണ്ടാമത് പരദൂഷണം പറയുക, ഗൈബത്ത്. ഈ രണ്ട് ഖിസാലുകളെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയാം, അൽ ഖിസാലു സയ്യിഅത്തുല്ലത്തി തമ്മ നഹിയുഹു ബിഹാദിഹിൽ ആയ അല്ലന്നു വൽ ഗൈബത്തു. ഇനി 13ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല, എന്നിട്ട് നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചു. ലിതആറഫൂ, നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയാണത്. നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി, അഡ്രസ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, എന്നാൽ ആ ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഗോത്രങ്ങളുമൊന്നുമല്ല നിങ്ങളുടെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വയുള്ളവരാണ്. അള്ളാഹുവിനെ ശരിയായ വിധം ഭക്തിയോടുകൂടെ ജീവിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല ഫി ഹാദിഹിൽ ആയത്തി, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻ മബ്ദഇൻ ആമിൻ വറാഅ ഖൽഖിൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പൊതുവായ തുടക്കത്തെക്കുറിച്ച് പറയുന്നു. ഹുവ അന്നഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാന മിൻ ദക്കരിൻ വ ഉൻസ, അതേതാണ് തുടക്കം? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചു. സുമ്മ ജഅലഹും ശുഊബൻ മുഖ്തലിഫതൻ വ ഖബായില മുഖ്തലിഫ, വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത ഗോത്രങ്ങളുമാക്കി പിന്നെ അവരെ തിരിച്ചു ആക്കി.
വദാലിക ലൈസ ലിൽ ഇഫ്തിഖാരി വലാ ലിൽ ഇഹ്തിഖാരി, അത് പൊങ്ങച്ചം നടിക്കുന്നതിനോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് അഭിമാനമില്ലാതാകുന്നതിനോ നിന്ദ്യതയുണ്ടാകുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് ബൽ ലി തആറുഫിൽ ഇൻസാനി ശഖ്സൻ മിൻ ശഖ്സിൻ ആഖറ, ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവരുടെ അഡ്രസ്സിലൂടെയാണല്ലോ. അങ്ങനെ അഡ്രസ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. വലാക്കിന്നൽ കറാമത്തൽ ബാലിഗത ഇൻദല്ലാഹി, എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ള മഹത്വം ഹുവലിൽ ഇൻസാനില്ലദീ ഹുവ അത്ഖാ, അത് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള മനുഷ്യനുള്ളതാണ്. വല്ലാഹു അലീമുൻ വ ഖബീറുൻ അൻ ജമീ അഹ്വാലിൽ ഇൻസാൻ, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെക്കുറിച്ചും അള്ളാഹുവിന് അറിയുന്നതാണ്. മിമ്മ ഖലഖല്ലാഹുൽ ഇൻസാന, അള്ളാഹു മനുഷ്യനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഖലഖല്ലാഹുൽ ഇൻസാന മിൻ ദക്കരിൻ വ ഉൻസ, ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ്. ലിമാദാ ജഅലല്ലാഹുൽ ഇൻസാന ശുഉബൻ വ ഖബായില, എന്തിനാണ് അള്ളാഹു മനുഷ്യനെ ശുഊബ് ഖബായിലാക്കിയത്? ലി തആറഫു, അപ്പോൾ ജഅലല്ലാഹുൽ ഇൻസാന ശുഊബൻ വ ഖബായില ലി തആറഫു, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. മൻ ഹുവൽ അക്രമു ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള വ്യക്തി ആരാണ്? അൽ അക്രമു ഇൻദല്ലാഹി ഹുവൽ അത്ഖാ, ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്. ഇങ്ങനെ സൂറത്തുൽ ഹുജറാത്തിലെ 9 മുതൽ 13 വരെയുള്ള ആയത്തുകൾ നമ്മൾ നോക്കി. അൽഹംദുലില്ലാ. ഇതിനി അസൈൻമെൻറ്റ് വരുന്നുണ്ട്. ഒന്നാമത്തേത് റാജിയ കുത്തുബ തഫാസീരി വക്തഷിഫ് മിൻഹ തഫാസീർ അൽ മുഖ്തലിഫത്ത് ലിഹാദിഹിൽ ആയാത്തിൽ ഖംസ, ഈ 5 ആയത്തുകൾക്ക് വ്യത്യസ്ത തഫ്സീറുകളിൽ നോക്കി വിശദീകരണങ്ങൾ കണ്ടെത്തുക. തഫ്സീറിൻ്റെ കിതാബുകൾ നോക്കി വിശദീകരണങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ അസൈൻമെൻറ്റ് റാജിയ തറാജിമൽ ഖുർആനി ഫിൽ ലുഗാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ നിങ്ങൾ പരിശോധിക്കുക. വക്തഷിഫ് മിൻഹ തറാജിമ ഹാദിഹിൽ ആയാത്തിൽ ഖംസത്തി ഫിൽ ലുഗത്തിൽ ഇൻജിലീസിയ വൽ ലുഗത്തിൽ മലയാളമിയ, മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഇതിൻ്റെ ട്രാൻസ്ലേഷനുകൾ നിങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ അസൈൻമെൻറ്റ് സൂറത്തുൽ ഹുജറാത്ത് സൂറത്തുൽ അഖ്ലാഖ് വൽ ആദാബ് ഉക്തുബ് മക്കാല, സൂറത്തുൽ ഹുജറാത്ത് സ്വഭാവങ്ങളുടെയും മര്യാദകളുടെയും സൂറത്ത് കൂടിയാണ് എന്ന വിഷയത്തിൽ ഒരു മക്കാല എഴുതാൻ. അൽ ഖുർആൻ കരീമു നുസൂലുഹു വ ജംഉഹു വ തദ്വീനുഹു, ഖുർആനിൻ്റെ അവതരണവും ഒരുമിച്ച് കൂട്ടലും ക്രോഡീകരണവും, അതിനെപ്പറ്റി ഹാവിൽ ഏതാത മക്കാലത്തിൻ, ഒരു മക്കാല ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.